അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നാട്ടിൽ വന്നിട്ടൊരു മെയിൻ്റനൻസ്. ഒരുപാട് നാളായി ഈ മൈലിങ്ങിൻ്റെയൊക്കെ സ്വിച്ച് ഒന്ന് എടുക്കുകയും പെരുമാറുകയും മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സോക്കറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. സോക്കറ്റ് നമ്മൾ പുറമേ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഈ അകത്ത് കാണുന്ന ഷട്ടറായിരുന്നു ഇതിൻ്റെ പ്രശ്നക്കാരനെന്ന് പറയുന്നത്. ഷട്ടർ ശരിക്കും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതിൽ മറ്റേ നമ്മൾ സോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അത് ലൂസായിരിക്കുന്നു. അത് ശരിക്കും ടൈറ്റായിട്ടിരിക്കുന്നില്ല. അതായിരുന്നു ഇതിന് കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ മാറ്റിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് പുതിയതിനെ തന്നെ ഫിറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ആ ഷട്ടറിനെ ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റാക്കി വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ലൂസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളുണ്ടാക്കും. അത് അപകടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ ചാർജറാണ് കൊടുക്കാൻ വേണ്ടി സാധാരണ ഈ സോക്കറ്റ് ഉപയോഗിക്കാറ്. പക്ഷെ നമ്മൾ 2 വാട്ട്സിൻ്റെ ഒരു ലൈറ്റ് ആയിരുന്നാലും 2000 വാട്ട്സിൻ്റെ ഹീറ്റർ ആയിരുന്നാലും നമ്മൾ ഒരു സോക്കറ്റിലോട്ട് സാധനം കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റാക്കി ഇരിക്കുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അത് ലൂസ് കോൺടാക്റ്റ് ഉണ്ടായി ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇരുന്ന കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങോട്ട് സോക്കറ്റ് എന്ന് പറയുന്നത്. ആ ഷട്ടർ ഉള്ളതുകൊണ്ട് മാത്രം ഈ സോക്കറ്റ് നമ്മൾ ശരിക്ക് ഇത് എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് അതിനകത്ത് ടച്ച് ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ അവിടെ ലൂസ് ഉണ്ടാവും. ലൂസ് കോൺടാക്റ്റ് ഉണ്ടായി പിന്നീട് അത് അപകടങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇതിനെ ചേഞ്ച് ആക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ജീവനേക്കാളും വലുതൊന്നുമല്ലല്ലോ കാശെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു